അപ്പോൾ നമ്മൾ ഗോവയിലെത്തിയ ദിവസം നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രഷപ്പായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിധി ഇങ്ങനെ ഓരോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ക്യാമറയിൽ നോക്കിയിട്ട്. നമ്മൾ ഗോവ സീരീസ് പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗോവയിലെത്തിയ ഫസ്റ്റ് ഡേ നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പള്ളിയാണിത്. പിന്നെ അവിടെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് ഗൈസ്, ഒരുപാട് മീൻസ് നമ്മളെ മലയാളീസും ഉണ്ട് അത്യാവശ്യം. പിന്നെ നമ്മൾ ഈ ഷോപ്പില്ലേ ഈ കാണുന്ന ഇത് ഇഷ്ടം പോലെ ഈ ഷോപ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വിസ്കി ബിയർ അല്ലെങ്കിൽ ഈ ആൽക്കഹോളിൻ്റെ ഒരു ഷോപ്പില്ല, അത് മാത്രമാണ് കൂടുതൽ. അതും ഷോപ്പ് ചെയ്യാനുള്ള ലേഡീസിൻ്റെ ഷോപ്സും. റേറ്റ്സ് പലയിടത്ത് പലതാണ്. നോക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലയിടത്ത് റേറ്റ് കുറവ്, ചിലയിടത്തൊക്കെ കത്തിയ റേറ്റാണ് ഗൈസ്, നമുക്ക് അടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേരള ഹോട്ടലാണ് നമ്മൾ പാക്കേജിലുള്ളത്. അങ്ങനെ നമ്മളവിടെ വണ്ടിക്ക് വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡിൻ്റെ വീഡിയോ എനിക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തിരക്ക് കാരണം എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾക്ക് സൈറ്റ് സീയിങ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് 2 ഷോപ്സ് ഉണ്ട്. ഈ 2 ഷോപ്പിൽ ഞാൻ കയറിയിട്ടുണ്ട് ഗൈസ്. 50-100 രൂപ, ഇതിൽ കൂടുതലും ഇല്ല കുറവുമില്ല. ഈ റേറ്റാണ് അവിടെയുള്ള എല്ലാ സാധനങ്ങളും. അത് നമുക്ക് വില പേശാൻ അങ്ങനെ പറ്റത്തുമില്ല. മീൻസ് ഒരു ഫിക്സഡ് റേറ്റാണ് അവർ വെച്ചിട്ടുള്ളത്. മീൻസ് നോക്കി എടുത്തു കഴിഞ്ഞാൽ സാധനങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം സാധനങ്ങൾ എടുത്തില്ലെങ്കിലും കളക്ഷൻസ് ഉണ്ട് നോക്കിയെടുത്താൽ. അങ്ങനെ ഇയറിങ്സും ബ്രേസ്ലെറ്റും അങ്ങനെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. മീൻസ് ചിലത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, മീൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയല്ല അവിടുത്തെ. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണിച്ച കടയില്ലേ, അവിടെ കയറി നമ്മൾ ആദ്യം ഈ സ്പെക്സിൻ്റെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേന് നിധി ഒരു ബ്ലാക്ക് കണ്ണാടി കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കണ്ണാടി കാണിച്ചു. നിധി ഇങ്ങനെ കണ്ണാടിയൊക്കെ ജസ്റ്റ് വെച്ച് നോക്കിയേ ഉള്ളൂ. ഞാൻ പക്ഷേ അത് ഈ കാണിക്കുന്ന കണ്ണാടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിധി ഇത് വെച്ച് നിധിയുടെ വക കുറച്ച് ഷോയാണ് ഗൈസ്. നിധിയുടെ വക ഷോയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഈ സ്പെക്സ് എടുത്തു ഗൈസ്. എന്നിട്ട് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ലേഡീസിന് ഒരുപാട് സാധനങ്ങളുണ്ട്. ബാഗ്സ്, സ്പെക്സ്, ഡ്രസ്സ്, ചപ്പൽസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ജെൻസിനായാലും ക്രോക്സ്, ഷർട്ട് അങ്ങനെ എല്ലാം ഉണ്ട്. ഈ കാണുന്നതെല്ലാം 199 രൂപ മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സൈസ് കിട്ടുള്ളൂ. ഒരുപാട് ഷോപ്സ് ഉണ്ട് ഗൈസ്. ലേഡീസിനും ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആൽക്കഹോളിൻ്റെ, എല്ലാം കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ബാഗ ബീച്ചാണ് നമുക്ക് ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിനുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാഗ ബീച്ചിൻ്റെ അവിടെ എത്തി. അതിനുശേഷം നമ്മൾ ഇറങ്ങിയപ്പോൾ എനിക്കൊരു ചപ്പൽ നോക്കി. അതിനുശേഷം നമുക്ക് അടുത്തത് അഗോഡ ഫോർട്ടാണ്. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ അവിടെ അഗോഡ ഫോർട്ടിൽ വന്നു. അപ്പോൾ 4 പേരും കൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് അഗോഡ ഫോർട്ടിലെ മെയിൻ വ്യൂ. നമുക്ക് അത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ആ ഒരു റെഡ് ഇതില്ല, അതിലൊരു 9-10 ബോക്സ് ഉണ്ട്. അപ്പം അത് എനിക്ക് 17 വരെ, എനിക്കതിൻ്റെ എണ്ണം കറക്റ്റ് ഓർമ്മയില്ല. അതിലാണ് പണ്ട് ആൾക്കാരെ എന്തോ മീൻസ് തടവിലിട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തോ. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ. എനിക്കാണെങ്കിൽ പോലും ഞാൻ ഈ ചോക്ലേറ്റ് വാങ്ങുന്ന പോലെയാണ്, എനിക്ക് അത് വേണം ഇത് വേണം. പിന്നെ ഞാൻ ഇത് ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ബാക്കി ഈവനിങ് ഉള്ളത് ഞാൻ പാർട്ട് 3 ആയിട്ടിടാം, ഇതിൽ തീരില്ല.